നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ബി.ജെ.പിയിലേക്ക് ഒഴുക്ക് തുടരുന്നു എന്ന് പറയാം. ആ ഒരു സാഹചര്യമാണിപ്പോൾ. എല്ലാ തരത്തിലുമുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ബി.ജെ.പിയിലേക്ക് കടന്നു പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തന്നെ കോൺഗ്രസിനുള്ളിൽപ്പെട്ടവർ, ബഹുജൻ സമാജ് പാർട്ടിയിൽപ്പെട്ട, അതായത് BSPയിൽ പെട്ടിട്ടുള്ളവർ, ആം ആദ്മി പാർട്ടി AIPയിൽ പെട്ടിട്ടുള്ളവർ തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന്, അല്ലെങ്കിൽ ആ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള സിറ്റിംഗ് MP-മാരും MLA-മാരും അടക്കമുള്ളവർ ഇപ്പോൾ ബി.ജെ.പിയിൽ ചേരുമെന്നാണ് പറയാൻ കഴിയുന്നത്. ഫെബ്രുവരി 20 മുതൽ 29 വരെ ഓരോ നേതാക്കളായി പാർട്ടിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ബി.ജെ.പി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്ന സൂചന. ഇത് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടുകൾക്കിടയിൽ തന്നെ അടുത്തിടെ തിരഞ്ഞെടുപ്പിൽ ജയിച്ചവർ അവർ കൂടി ഇക്കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസ് നേതാവായിട്ടുള്ള കമൽനാഥിൻ്റെ മകനായിട്ടുള്ള നകുൽനാഥ്. ഇവരൊക്കെ ബി.ജെ.പിയിൽ ചേരുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഊഹാപോഹങ്ങൾ മാത്രമല്ല, പക്ഷേ അത് നടക്കാൻ പോവുകയാണ്. ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി പറയുന്നതിൽ നിന്ന് കമൽനാഥ് മുന്നോട്ട് വരുന്നില്ല എന്നുള്ള, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുമായിരുന്നില്ലേ എന്നൊക്കെയാണ് കമൽനാഥ് പറയുന്നത്. പക്ഷേ കമൽനാഥും നകുൽനാഥും ഇപ്പോൾ ഡൽഹിയിലാണ്. ബി.ജെ.പിയിൽ ചേരുവാൻ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളതായി അറിയാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ബി.ജെ.പിയിലേക്ക് എത്തുന്ന കോൺഗ്രസ് നേതാക്കളുടെ എണ്ണവും കൂടുന്നു എന്ന് പറയപ്പെടാം. കമൽനാഥും നകുൽനാഥും എത്തും. കൂടാതെ BSPയുടെ MP സംഗീത ആസാദ്, അംബേദ്കർ നഗർ MP റിതേഷ് പാണ്ഡെ, ഇവരൊക്കെ ബി.ജെ.പിയിലേക്ക് എത്തുകയാണ്. ഇങ്ങനെ പുതിയ പുതിയ നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു. BSPയുടെ തന്നെ സ്ഥാപക അംഗങ്ങളുള്ള കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് ഈ ആസാദ് എന്ന് പറയപ്പെടുന്ന അദ്ദേഹവും കൂടി ഇപ്പോൾ BSPയിൽ നിന്ന് മാറി ബി.ജെ.പിയിലേക്ക് എത്തപ്പെടുന്നു. കോൺഗ്രസിൻ്റെ മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടുള്ള അശോക് ചവാൻ നേരത്തെ തന്നെ ബി.ജെ.പിയിൽ ചേർന്നിരുന്നു. വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ബി.ജെ.പിയുടെ പേരിൽ രാജ്യസഭയിലെത്തും. 370 സീറ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഫിർ എക് ബാർ മോദി സർക്കാർ എന്ന ഔദ്യോഗിക മുദ്രാവാക്യവുമായിട്ടാണ് ബി.ജെ.പിയുടെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ ദേശീയ കോൺക്ലേവ് അവസാനിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ വരുന്ന വിവരങ്ങളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയ പുതിയ കോൺഗ്രസ് നേതാക്കളടക്കം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബി.ജെ.പിയിലേക്ക് എത്തും. എന്തുകൊണ്ടാണ് ബി.ജെ.പിയിലേക്ക് ഇത്തരത്തിൽ ഒഴുക്കെത്തുന്നത്? ഇങ്ങനെ ഒഴുകിയെത്തുവാനുള്ള സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും BSPയും എന്ന് വേണ്ട രാജ്യത്തെ സകലമാന പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഒരു മുന്നണി രൂപീകരിക്കുകയും അത് തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുൻപ് തന്നെ പല കഷ്ണങ്ങളായി പോവുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. അതായത് ചാപിള്ളയായി തീർന്നു എന്നുള്ള അർത്ഥം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രതിപക്ഷങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാകും. ആ മഹാസഖ്യത്തിലൂടെ ഇവിടെ ബി.ജെ.പിയെ തകർത്തെറിഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് 2024 ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രതിപക്ഷ കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തിരുന്നു. രാഹുൽ ഗാന്ധിയും തൃണമൂൽ നേതാവും മമതാ ബാനർജിയും നിതീഷും അടക്കമുള്ള വലിയ നേതാക്കൾ ഒന്നിച്ചു നിന്നുകൊണ്ട് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ബി.ജെ.പിയെയും എതിർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സഖ്യം ഉണ്ടാക്കിയെടുത്ത് അതിന് കച്ചകെട്ടി കോപ്പുകൂട്ടി മുന്നോട്ട് വന്നപ്പോൾ തന്നെ നിതീഷ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗത്തായി കഴിഞ്ഞു. ബീഹാറിൻ്റെ മുഖ്യമന്ത്രി. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മമതാ ബാനർജി സ്വന്തം തട്ടകത്തിൽ മാത്രം തൻ്റെ കാര്യം നോക്കി അവരുടെ വേട്ടക്കളം ഒരുക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്ന് പോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത, ബുദ്ധി ഉറയ്ക്കാത്ത ഒരു കുട്ടിയുടെ നിലപാടിലേക്ക് രാഹുൽ ഗാന്ധിയും എത്തുന്നതോടുകൂടി ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മുന്നണി പല കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വിഭജിക്കറിയപ്പെട്ടത് കൊണ്ട് തന്നെ ബി.ജെ.പി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ കക്ഷി വീണ്ടും 2024 385 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായ ഒരു സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യ ഒഴിച്ചുള്ള വടക്കേ ഇന്ത്യയിൽ മുഴുവൻ വലിയ തരംഗം ആഞ്ഞടിക്കുകയാണ്. അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു മോദി തന്നെ വീണ്ടും അധികാരത്തിലെത്തും, ബി.ജെ.പി തന്നെ വീണ്ടും അധികാരത്തിലെത്തും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള നേതാക്കന്മാർ കളം മാറി ചവിട്ടാൻ തുടങ്ങുന്നു. അതിൻ്റെ ഒരു ഘടകമാണ് കമൽനാഥ് അടക്കമുള്ളവർ മധ്യപ്രദേശിൽ നിന്നും ബി.ജെ.പിയിൽ എത്തുന്നത്. ഡൽഹിയിൽ മധ്യപ്രദേശിൻ്റെ പഴയ മുഖ്യമന്ത്രിയായിട്ടുള്ള
കമൽനാഥിൻ്റെ മകനായിട്ടുള്ള നകുൽനാഥും അടക്കമുള്ളവർ ഡൽഹിയിലെത്തി ഇന്ന് BJP നേതാക്കളുമായി ചർച്ച നടത്തുകയും വരും ദിവസങ്ങളിൽ BJPയിലേക്ക് എത്തപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു, വലിയൊരു ഒഴുക്കുണ്ടാകാൻ പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയം. എതിർക്കാൻ പോലും ഒരാളില്ലാത്ത തരത്തിലേക്ക് വളർന്നു വരുന്ന വലിയൊരു കക്ഷിയായി BJP മാറുന്നു എന്നുള്ളതാണ്, NDA മാറുന്നു എന്നുള്ളതാണ്. NDA എന്ന് പറയപ്പെടുന്ന സഖ്യത്തിലേക്കല്ല, BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിയിലേക്കാണ് ആളുകൾ ഒഴുകിയെത്തുന്നത് എന്നുള്ളതാണ്. നാളെ BJP മാത്രം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവർക്ക് ചിലപ്പോൾ 400 സീറ്റിലേക്ക് എത്താൻ കഴിയുമെന്ന് വന്നാൽ പിന്നെ ഈ NDA എന്ന് പറയപ്പെടുന്ന ഒരു കക്ഷി, ഒരു മുന്നണി സംവിധാനത്തിന് തന്നെ ഒരിക്കലും ഇവിടെ ഒരു പ്രസക്തി ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്ന ഈ വേളയിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസിലെയും ആം ആദ്മി പാർട്ടിയിലെയും കൂടാതെ തൃണമൂൽ കോൺഗ്രസിലെയും അടക്കമുള്ള അല്ലെങ്കിൽ BSP അടക്കമുള്ള പാർട്ടികളിൽ നിന്ന് പല നേതാക്കന്മാരും BJPയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും BJP അധികാരത്തിലെത്തുമെന്ന ഉറച്ച വിശ്വാസം എല്ലാവരിലും ഉണ്ടായത് കാരണം തന്നെയാണ് ഇത്തരത്തിൽ അധികാര കൊതിയന്മാരായിട്ടുള്ള ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ BJPയിലേക്ക് ചേരുന്നത് എന്നുള്ളതാണ് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ സൂചനയാണ് നൽകുന്നത്. ഇനി ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് എത്തുന്ന നരേന്ദ്രമോദി കേരളത്തിനെയും അത്തരത്തിൽ താമര വിരിയിക്കാൻ പറ്റുന്നൊരു ഇടമാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ചിലപ്പോൾ തിരുവനന്തപുരത്ത് വളരെ അപ്രതീക്ഷിതമായി വരികയും ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുമെന്നാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്രതീക്ഷിതമായൊരു സ്ഥാനാർത്ഥി കേരളത്തിൽ തിരുവനന്തപുരത്തുണ്ടാകും. ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് നരേന്ദ്രമോദി വരും ദിവസങ്ങളിൽ ഈ തിരുവനന്തപുരം പട്ടണത്തിലെത്താൻ പോകുന്നത്. അങ്ങനെ കേരളത്തിലേക്ക് വീണ്ടും ഒരു യാത്ര നരേന്ദ്രമോദി നടത്തുന്നത് തന്നെ ഈ ദക്ഷിണേന്ത്യയിൽ, അല്ലെങ്കിൽ മുഖ്യമായും പറഞ്ഞാൽ കേരളത്തിൽ താമര വിരിയിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുക തന്നെ ചെയ്യും. അത് തിരുവനന്തപുരമോ തൃശ്ശൂരോ കണ്ണൂരോ പാലക്കാടോ പത്തനംതിട്ടയോ ആണ് എന്നുള്ളത് കാത്തിരുന്ന് കാണാം.